ശിംഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാതോലിക ലേഖനങ്ങൾ, യോഹന്നാൻ്റെ ലേഖനങ്ങൾ. യോഹന്നാൻ എഴുതിയതെന്ന് ആദ്യകാലം മുതലേ പൊതുവിൽ വിശ്വസിച്ചു പോരുന്ന 3 ലേഖനങ്ങളിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ലേഖനങ്ങളുടെ യഥാർത്ഥ കർത്താവ് ആരെന്നതിനെക്കുറിച്ച് 2-ാം നൂറ്റാണ്ട് മുതൽ വളരെ കാലത്തേക്ക് സംശയമുണ്ടായിരുന്നു. എങ്കിലും 3 ലേഖനങ്ങളിലെയും ഭാഷാപ്രയോഗവും ശൈലിയും ആശയങ്ങളും ഏറെക്കുറെ ഐക്യരൂപമുള്ളവയാകയാലും യോഹന്നാൻ്റെ സുവിശേഷവുമായി വളരെ ബന്ധപ്പെട്ടവയാകയാലും 3ഉം യോഹന്നാൻ്റേതായി തന്നെ അറിയപ്പെടുന്നു. 1-ാം ലേഖനം ഏഷ്യ മൈനറിലെ ക്രൈസ്തവ സമൂഹങ്ങളെ ആദ്യകാലങ്ങളിൽ ഭീഷണിപ്പെടുത്തിയിരുന്ന അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിന്ന് അവയെ രക്ഷിക്കുന്നതിനു വേണ്ടി ആ സമൂഹങ്ങളിലെല്ലാം വായിക്കപ്പെടാനായി യോഹന്നാൻ എഴുതിയതാണ് ഈ ലേഖനം. ഇതിൽ യോഹന്നാൻ തൻ്റെ മതാനുഭൂതികളുടെ മുഴുവൻ വെളിച്ചത്തിൽ യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടയാളവും ഫലങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ഇവയുടെ പ്രകാശത്തിൽ സഞ്ചരിക്കാനും നീതി പ്രവർത്തിക്കാനും പരസ്പരം സ്നേഹിക്കാനും അങ്ങനെ ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന് ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്നു. 2-ാം ലേഖനം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ വാസ്തവികതയെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയാണ് ഈ ലേഖനം. മനുഷ്യാവതാരത്തിൽ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിക്കാനും അവിടുത്തെ പ്രബോധനങ്ങൾക്ക് പ്രത്യേകിച്ചും സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പനയ്ക്ക് അനുസൃതമായി ജീവിതത്തെ ക്രമപ്പെടുത്താനുമുള്ള ആഹ്വാനമാണ് യോഹന്നാൻ ഈ ലേഖനത്തിലൂടെ നൽകുന്നത്. 3-ാം ലേഖനം യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ ആദ്യം രചിക്കപ്പെട്ടതായിരിക്കണം ഇത്. യോഹന്നാൻ്റെ അധികാര പരിധിയിൽപ്പെട്ടിരുന്ന ഒരു സഭയിൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തെ അംഗീകരിച്ചിരുന്നവരും അതിനെ ചോദ്യം ചെയ്തുകൊണ്ടെന്നോണം അദ്ദേഹം അയച്ച പ്രതിനിധികളെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത പ്രാദേശിക സഭാധിപനും ഉണ്ടായിരുന്ന പരിതസ്ഥിതിയിൽ സഭാഭരണ സംബന്ധമായ പ്രസ്തുത തർക്കം തീർക്കുന്നതിനു വേണ്ടിയാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതിയത്. യൂദാസ് എഴുതിയ ലേഖനം. യാക്കോബിൻ്റെ സഹോദരനായ യൂദാസാണ് ഈ ലേഖനം എഴുതിയതെന്ന് 1-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ലേഖനകർത്താവിനെ അപ്പസ്തോലനായ യൂദാസുമായി പാരമ്പര്യം ബന്ധപ്പെടുത്തുന്നില്ല. അപ്പസ്തോലന്മാരുടെ കാലം കഴിഞ്ഞുവെന്ന സൂചന 17-ാം വാക്യത്തിൽ കാണുന്നുമുണ്ട്. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായിരിക്കണം ലേഖനം എഴുതപ്പെട്ടത്. പ്രതിപാദ്യത്തിൽ പത്രോസിൻ്റെ 2-ാം ലേഖനവുമായി ഇതിന് വളരെ സാമ്യമുണ്ട്. വ്യാജപ്രബോധകർക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ ലേഖനത്തിൻ്റെ ഉദ്ദേശ്യം.